ഗുഡ് മോർണിംഗ്, സുപ്രഭാതം സഹോദരി സഹോദരന്മാരെ. ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഫിഫ വേൾഡ് കപ്പ് മഹാമഹം അതിൻ്റെ അന്തിമഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അഥവാ ലോക ഫുട്ബോളിൻ്റെ മാമാങ്കം. 2 സെമി ഫൈനലും തീർന്നു. ഫൈനലിസ്റ്റ് ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയും മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിൽ 19-ാം തീയതി മത്സരിക്കും. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും വരും. ഇന്നലെ നടന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡ്ജ് അർജൻറ്റീനക്കാണ്. അതേപോലെ തന്നെ 2-1 അർജൻറ്റീന ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. എന്നിരുന്നാലും ആ കളിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കളിയുടെ തുടക്കത്തിൽ ആദ്യ പകുതി ഏറ്റവും നന്നായി കളിച്ചത് ഇംഗ്ലണ്ട് തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ തുടക്കത്തിൽ അർജൻറ്റീനൻ പ്ലെയേഴ്സ് വളരെ ഹാഷായിട്ടാണ് കളിച്ചത്. നിരന്തരം ഫൗൾ ചെയ്യണമായിരുന്നു. സ്വാഭാവികമായിട്ടും കളി നിയന്ത്രിച്ച മെസ്സി കളിയൊക്കെ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാം, മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റഫറി ആണെന്ന് ഓൾറെഡി ആൾക്കാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അർജൻറ്റീനയെ വെറുക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന, മെസ്സിനെ വെറുക്കുന്ന ആൾക്കാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ തന്നെ മത്സരത്തിന് വന്നിട്ട് കളി കണ്ട എല്ലാവർക്കും അറിയാം, വളരെ ഹാഷായിട്ടുള്ള ഫൗളുകൾ തുടക്കത്തിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റെഡ് കാർഡ് വരെ കൊടുക്കാനുള്ള ഫൗളുകളുണ്ടായിരുന്നു. റഫറി ഒന്നും കൊടുത്തില്ല. ഫൗള് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു കാർഡും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ചില ഫൗള് പോലും വിധിക്കാണ്ട് അവോയ്ഡ് ചെയ്തു. അല്ലാത്തതിനൊക്കെ നോർമലായിട്ടുള്ള ഫൗൾ കൊടുത്ത് ഫൗൾ കിക്കായിട്ട് മുന്നോട്ട് പോയി. അത് വളരെ വൃത്തികെട്ട ഒരു കളിയാണ്. പരാഗയൊക്കെ കളിച്ച അത്ര ഒന്നുമില്ലെങ്കിലും വളരെ, അതായത് ഞാൻ ആൾക്കാരുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, 2 അർജൻറ്റീനിയൻ പ്ലെയേഴ്സ് വെറുതെ ഫൗൾ ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയതായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അത് മനസ്സിലാകണമെങ്കിൽ അർജൻറ്റീനയുടെ ഫാൻസിന് മനസ്സിലാവില്ല, അവരുടെ ആരാധകർക്ക് മനസ്സിലാവില്ല. മനസ്സിലായാലും അറിഞ്ഞ ഭാവം കാണിക്കത്തില്ല. പക്ഷെ വളരെ ഹാഷായിട്ടുള്ള കളിയായിരുന്നു. റഫറി കാർഡ് കൊടുക്കുന്നതല്ല, ഒന്നും ചെയ്തില്ല. അവസാനം മെസ്സിനെ ഫൗൾ ചെയ്തപ്പോഴാണ് ആ കളിയിൽ റഫറി ആദ്യമായിട്ട് ഒരു യെല്ലോ കാർഡ് എടുക്കണേ. കളി മുഴുവൻ കണ്ടവർക്കറിയാം, മെസ്സിക്കെതിരെ നല്ല ശക്തമായ ഫൗളായിരുന്നു. മെസ്സിനെ 3-4 പേര് വളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് തടുക്കണമായിരുന്നു. ഫൗള് വിളിച്ചു. ആദ്യത്തെ മഞ്ഞക്കാർഡ് ആ സമയത്താണ് കാണിക്കണേ. അതുവരെ മെസ്സിനെക്കാളും മോശമായിട്ട് ഫൗൾ ചെയ്ത അർജൻറ്റീനിയൻ കളിക്കാർക്ക് ആർക്കും ഒരു കാർഡും കൊടുത്തില്ല. പിന്നീട് അർജൻറ്റീന കളിക്കാർക്ക് 2 പ്രാവശ്യം മഞ്ഞക്കാർഡ് കൊടുക്കണം നമ്മൾ കണ്ട്. ഇംഗ്ലണ്ടുകാർക്കും കൊടുത്തത് നമ്മൾ കണ്ട്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇന്നലെ ഞാൻ കളിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ്, ദൈവം സഹായിച്ച് നന്നായിട്ട് അവരുടെ കഴിവനുസരിച്ച് കളിക്കട്ടെ. റഫറിനെ കുറ്റപ്പെടുത്തുന്ന ഒരു റിമാർക്സ് ഇല്ലാതാകാനായിട്ട് ശ്രമിക്കേണ്ടത് റഫറിയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം മുഴുവനും വരുന്നത് ഈ ടൂർണമെൻറ്റ് തുടങ്ങിയ അന്ന് മുതൽ നല്ലൊരു വിഭാഗം ആൾക്കാരും മെസ്സി എന്ന് പറഞ്ഞാൽ, അല്ല അർജൻറ്റീന എന്ന് പറഞ്ഞാൽ ഫിഫയുടെ ഒഫീഷ്യൽ ടീമാണ്, അവരുടെ കമ്പനി ടീമാണ്, മത്സരം നിയന്ത്രിക്കുന്ന എല്ലാ റെഫറിമാരും മെസ്സിക്കും അർജൻറ്റീനയ്ക്കും ഫേവറായിട്ടുള്ള തീരുമാനം എടുക്കുകയാണെന്നുള്ള ഒരു സംഭവം ഓൾറെഡി ചർച്ചാ വിഷയമാണ്. അത് അർജൻറ്റീനയെ ഇഷ്ടപ്പെടാത്തവരായിക്കോട്ടെ, അർജൻറ്റീനയുടെ ഓപ്പോസിഷൻ ഇതിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അങ്ങനെ ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഉത്തരവാദി ഒരിക്കലും അർജൻറ്റീനയോ ഇപ്പം ഉള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായ മെസ്സിയെയോ ആണ് ബാധിക്കുന്നത്.
അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഇംഗ്ലണ്ട് വളരെ നന്നായിട്ട് കളിച്ചു, അവരൊരു ഗോളടിച്ചു, ആ ഒരു 1-0 ലീഡിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫും എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അതേപോലെ തന്നെ തുടങ്ങി. അവർക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ആ ഒരു ഗോളിൻ്റെ ബലത്തിൽ അവസാനം വരെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ള മണ്ടൻ ചിന്താഗതി ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിക്കോട്ടെ കളിക്കാർക്കായിക്കോട്ടെ ഉണ്ടായത് വിഡ്ഢിത്തരമെന്നല്ല, പമ്പര വിഡ്ഢിത്തരമാണ്. ഇംഗ്ലണ്ടിന് എല്ലാ കാലഘട്ടത്തിലും പറ്റുന്നതാണ്. ഇംഗ്ലണ്ടിന് നല്ല കളിക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല. 1986 മുതൽ അവരുടെയൊക്കെ വലിയ വലിയ നല്ല ടോപ്പ് കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാരി ലിനേക്കർ, അതിനുശേഷം ബെക്കാം വന്ന് എന്തോരം കളിക്കാരാണ്. വെയിൻ റൂണി. ഏത് കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിന് നല്ല കളിക്കാരില്ലാഞ്ഞത്? നല്ല ടീമാണ് അവരുടെ. പക്ഷെ അവർക്ക് ഇതുപോലെയുള്ള മണ്ടത്തരം പറ്റിയ. അർജൻറ്റീന ഇതുവരെയുള്ള എല്ലാ കളിയിലും 1 ഗോള് മുതൽ 2 ഗോള്, മിനിമം 2 ഗോള് വരെ പിന്നിൽ നിന്നിട്ട് അവസാനത്തെ 10-20 മിനിറ്റിലാണ് ഗോളടിച്ചിട്ട് എതിർ ടീമിനെ തോൽപ്പിക്കുന്നത്. അത് കാബോ വെർഡെ മുതൽ, അതിനുശേഷം ഈജിപ്റ്റ്, അതിനുശേഷം അവസാനം കളിച്ച സ്വിറ്റ്സർലാൻഡ് നമ്മൾ കണ്ടതാണ്. അവർക്ക് 2 ഗോള് വരെ മടക്കി അടിച്ചിട്ട് 3-2 ജയിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ആൾക്കാരാണ്. അവർക്കെതിരെ ഇംഗ്ലണ്ടിനെ പോലെയുള്ള ഒരു ടീമും 1 ഗോളടിച്ച് ആ ഒരു ഗോളിൻ്റെ പിൻബലത്തിൽ അവസാനം വരെ അവരെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം എന്താ പറ്റിയ? അവസാനത്തെ നിങ്ങൾ കണ്ടല്ലോ, കളി കണ്ട് 85-ാം മിനിറ്റിലാണ് സമനില ഗോള് വരുന്നത്. നിശ്ചിത സമയം കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ, അതായത് 93-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും കൂടി അടിച്ച് 2-1 അവർ ജയിച്ചിട്ട് പോയി. ഇംഗ്ലണ്ട് തുടക്കത്തിലേ കളിച്ച കളി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് ഫൈനലിൽ ഇരിക്കായിരുന്നു. അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ അത് സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് മണ്ടത്തരം പറ്റിയെന്ന്. ആ മണ്ടത്തരം അവർക്ക് സ്ഥിരമായിട്ട് പറ്റുക. ഫൈനല് 19-ാം തീയതി ഇനിയിപ്പോൾ സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ നടക്കണം. തുല്യശക്തരായ നല്ല ടീമുകളാണ്. മെസ്സിയുടെ അവസാനത്തെ കളിയാണ്. അദ്ദേഹം ഒരു കപ്പും കൊണ്ട് പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പോഴുള്ള നിലവിലെ അർജൻറ്റീന ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മെസ്സിയാണ്. മെസ്സി മൈനസ് അർജൻറ്റീന ടീം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കളിയും ജയിക്കാൻ പറ്റത്തില്ല. മെസ്സി എന്ന് പറയണ ഒറ്റ ആള് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമാണ്. 1986 മറഡോണ എന്തായിരുന്നു അർജൻറ്റീന ടീമിൽ, അതാണ് ഇന്നത്തെ അർജൻറ്റീന ടീമിൽ മെസ്സി. മറഡോണ സ്വന്തം തോളിൽ ഒറ്റക്കാണ് ആ 1986 വേൾഡ് കപ്പ് മുഴുവനും കൊണ്ടുപോയി അവർക്ക് കപ്പടിച്ചു കൊടുക്കുന്നത്. അതേപോലെ ഒരു സിറ്റുവേഷനാണ് മെസ്സിനെ കാണുന്നത്. മറഡോണ അത് കളിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിലായിരുന്നു. മെസ്സി കളിക്കുമ്പോൾ 39-ാമത്തെ വയസ്സിലാണെന്നും കൂടി ഓർക്കണം. അദ്ദേഹത്തിന് പകരം പറയാനായിട്ടുള്ള കളിക്കാരില്ല. ഡിമരിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുണ്ടായിരുന്നു? അൽവാരസൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നന്നായിട്ട് കളിച്ചു. അൽവാരസൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡായിട്ടുള്ള കളിയിൽ മാത്രമാണ് ഒരു ഗോൾ അടിച്ചത്. ഇന്നലത്തെ കളിയിലൊക്കെ നിറം ഭംഗിയായിട്ടിരിക്കണമായിരുന്നു. ആരുമില്ല. അർജൻറ്റീനയൊക്കെ ശരിക്കും പറഞ്ഞാൽ മെസ്സി ഇല്ലാതെ കളിക്കണമെങ്കിൽ അർജൻറ്റീന ഈവൻ പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ടീമിനോട് പോലും തോക്കും. അതുകൊണ്ട് ഇതുവരെയുള്ള കളി വെച്ചിട്ട് എനിക്ക് മെസ്സി കപ്പും കൊണ്ട് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഫൈനലിൽ സ്പെയിനാണ് വന്നേക്കണത്. ഇതുവരെയുള്ള വേൾഡ് കപ്പിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചതാണ്. ഒരു ടീമായിട്ട് ഒത്തിണങ്ങി കളിക്കുന്നതാണ്. അവിടെ ഏതെങ്കിലും ഒരു താരവും കാരവും ഇല്ല. ഒറ്റ ആഗ്രഹമുള്ളൂ, റഫറിമാരെ ഇടപെടാതെ നല്ല രീതിയിൽ കളിച്ച് നന്നായിട്ട് കളിക്കണവർ ജയിക്കട്ടെ. ബാക്കി കളി കഴിഞ്ഞിട്ട് കാണാം.